വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന 9-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി നിഷാന ഷെരീഫാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വാർഡ് എന്ന് വെച്ചാല് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ അവഗണനകൾ മറികടന്നുകൊണ്ടാണ് നമ്മുടെ മുൻ മെമ്പറായിട്ടുള്ള സെയ്ദിക്ക ഇവിടെ എല്ലാ വികസനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് MLA ഫണ്ട്, MP ഫണ്ട്, ബ്ലോക്കിന്റെ ഫണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സെയ്ദിക്ക ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർഭരണം എന്ന നിലയിലാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. നല്ല പ്രതീക്ഷയുള്ള വാർഡ് തന്നെയാണ്, ഞങ്ങളുടെ സ്ഥിരം വാർഡാണ്. പ്രചരണങ്ങള് കുടുംബങ്ങള് വീടുകളൊക്കെ കയറിയുള്ള പ്രചരണങ്ങൾ പൂർത്തിയായി. ഇനി കുടുംബസംഗമം അങ്ങനെയുള്ള പരിപാടികൾ ഇനി ആകെ ദിവസങ്ങൾ മാത്രമല്ലേ വോട്ടിങ്ങിനുള്ളൂ? എന്തൊക്കെയാണ് ഇന്നിപ്പോ ഇവിടെ കുടുംബസംഗമം വെച്ചിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഷുവർ സീറ്റാണ്. ഇത് നമ്മൾ ഇവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും എനിക്കില്ല. ആദ്യമായിട്ടാണല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അത് നല്ല രീതിയിൽ എന്നെ കൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ വാർഡ് നിലനിർത്തിയിരിക്കും. 9-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് വികസന പദ്ധതികളാണ്, പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സെയ്ദിക്ക തുടങ്ങി വെച്ച ഓരോ കാര്യങ്ങളുടെയും തുടർച്ച എന്ന നിലയിലാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വാർഡിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പിന്നെ ആരോഗ്യ, വിദ്യാഭ്യാസ, റോഡ്, തോട്, പിന്നെ പുഴ സംരക്ഷണം അങ്ങനെയുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഈ വാർഡിൽ നടപ്പിലാക്കിയിരിക്കും. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 9-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, അമ്പിളി പ്രഗിലേഷ്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. 4-5 റൗണ്ട് ഞങ്ങൾ നടന്നു. ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. 2 ദിവസം കൂടി നടക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വാർഡിലെ കൺവെൻഷൻ അതുപോലെ കുടുംബയോഗങ്ങളൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോ ദിവസങ്ങളല്ലേ ഉള്ളൂ ബാക്കി. കൺവെൻഷനും കുടുംബയോഗമൊക്കെ അവസാനിച്ചു. അതും നല്ല രീതിയിൽ പോയി. ഇനി പ്രചരണം 2 ദിവസം കൂടി. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അനുഭവം എങ്ങനെയാണ്? ഇങ്ങനെ മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥിയാവുക, വോട്ട് ചോദിക്കുക, ഇങ്ങനെയുള്ള ഒരു അനുഭവമാണല്ലോ അത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നടന്നു തുടങ്ങിയപ്പോൾ ആ ഒരു ഇതില്ല, നല്ല എനർജി കിട്ടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല പ്രതികരണമാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ വാർഡ് എന്ന് പറയുന്നത് LDFന്റെ ഒരു വാർഡാണ്. കോൺഗ്രസിന് വളരെ നേരത്തെ മുമ്പ് ഒരു UDF ഒരു ജനപ്രതിനിധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കുറേ മുമ്പാണ്. അന്ന് ഈ രീതിയിലുള്ള വാർഡ് വിഭജനം ഒന്നല്ല. അപ്പോൾ ഈ വാർഡ് തിരിച്ചു പിടിക്കാന്നുള്ള ഒരു ദൗത്യമാണ് താങ്കളിൽ UDF ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? വീടുകളിൽ പോകുമ്പോൾ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ആ ഒരു ഊർജം നല്ല ആത്മവിശ്വാസം തരുന്നുണ്ട്. അപ്പോൾ ഈ വാർഡ് എന്തായാലും ഞങ്ങൾ തിരിച്ചു പിടിക്കും. വീടുകളിൽ പോകുമ്പോൾ കിട്ടുന്നത് നല്ല പ്രതികരണമാണ്. ആ ഒരു ഊർജം നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പിന്നെ UDFന്റെ പ്രവർത്തകർ നല്ല പ്രവർത്തനമാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വാർഡ് ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിക്കും. ഈ 9-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കളെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ അല്ലെ പ്രവർത്തനം? ഈ വാർഡിലെ സ്ത്രീകളെയും പിന്നെ കുട്ടികളെയും പ്രായമായവരെയും എല്ലാവരെയും കേൾക്കും. അവർക്ക് വേണ്ട പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച് അവർക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഈ വാർഡിന് വേണ്ട ആവശ്യമായ വികസനങ്ങൾ എല്ലാം അവർക്ക് നേടിക്കൊടുക്കാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.